നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടൊരു പഞ്ചാബി ധാബ സ്റ്റൈലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു പകുതി എടുക്കുകയാണ്. നമ്മൾ പകുതി എടുത്തിട്ട് അതിനെ മാരിനേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക. ഇതിലേക്ക് ഒരു 10 തുള്ളി നാരങ്ങ നീര് ഒഴിക്കുക. ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ ചിക്കൻ അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടൊരു 30 to 45 മിനിറ്റ്സ് ആയി. അപ്പോൾ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം മോഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒരു 10 to 12 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. കരിയാണ്ട് നോക്കണം. നമ്മൾ ഒരു 100% ഫ്രൈ ആവില്ല. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഒരു 80-90% ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഓയിലുണ്ടല്ലോ, നമ്മൾ ആ ഓയിൽ കളയുന്നില്ല. അതിലേക്ക് ഞാനൊരു 1.5 ഒനിയൻ ചെറുതാക്കി അരിഞ്ഞത് ഇതാണ് കേട്ടോ. ഒന്ന് ഇളക്കുക. ഇത് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. ഒനിയൻ ഒന്ന് വഴന്നിട്ട് ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമ്മളിങ്ങനെ ചെയ്തോളണം. ഇതിപ്പോൾ ബ്രൗൺ നിങ്ങൾക്ക് തിരിച്ചറിയില്ല, കാരണം ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ആയി കാരണം. പക്ഷെ ഒരു 10 മിനിറ്റ് വേണം. സവാള ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.25 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. അതിൽ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതൊന്ന് പച്ചക്കുത്ത് മാറിക്കോട്ടെ. ഇതിലേക്ക് ഞാനൊരു 1.5 തക്കാളിയുടെ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പ്യൂരി ചേർക്കുകയാണ് കേട്ടോ. ഒന്ന് കുക്കായിക്കോട്ടെ ഒരു 1-2 മിനിറ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മിശ്രിതം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ മിശ്രിതം ഒരുവിധം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് മാറ്റാം. ഇങ്ങനെ ഇടുക. ഈ ധാബ സ്റ്റൈൽ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, വല്ലാത്തൊരു ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ റോഡ് സൈഡ് തട്ടുകട പോലെ തന്നെയാണ്. ഭയങ്കര ഭക്ഷണം, പൊതുവെ പഞ്ചാബികൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ധാബയാവുമ്പോൾ ഭയങ്കര ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കും. ഭയങ്കര ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നും. അപ്പോൾ ഈ മസാലകൾ നമുക്ക് നന്നായി ഒന്ന് കോട്ട് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ചിക്കൻ കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 10 to 15 മിനിറ്റ് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ആയി. നമുക്കൊന്ന് ലിഡൊന്ന് തുറന്നു നോക്കാം. നല്ല മണമുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല കളറും നല്ല റെഡ് കളർ. ആ തക്കാളിയുടെയും കാശ്മീരി ചില്ലിയുടെയും കളറും ഉണ്ട് നന്നായിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം വെന്തുണ്ട്.
ഇതിലേക്ക് നമ്മളൊരു 2 ഗ്രീൻ ചില്ലി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുകയാണ്. പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, ഒരു പിടി കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്ത് ചേർക്കട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ധാബ സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് റൊട്ടിയുടെ കൂടിയും നാൻ്റെ കൂടിയും കുൽച്ചയുടെ കൂടിയൊക്കെ നല്ല രീതിയിൽ പോണ സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്.